ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഗൈസ്. ഇന്ന് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോകാം. അപ്പം ഇന്ന് വാപ്പ ഉമ്മേനാണ് കൊണ്ടാക്കുന്നത്. സോ ഇപ്പം ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പാക്കിംഗ് ഒക്കെ കാണിച്ചു തരാം. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ്. ഞാൻ പോകുന്നത് അവരാഘോഷിക്കാൻ തീരുമാനിച്ചത് ചിക്കൻ ബിരിയാണി വെച്ചിട്ടാണ്. ഇത്രയേ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിട്ട് അവർ ഒരു തവണ ചിക്കൻ ബിരിയാണി വെച്ചില്ല. ഞാൻ പോകുന്നതിന് പ്രമാണിച്ച് ഭയങ്കര സന്തോഷം കാരണം അവർ ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച്. പിന്നെ എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്നെ വിടാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് നാടുകാണിയിലോട്ടേന്നാണ്. അവിടെ പോയിട്ട് അത് കണ്ടിട്ട് അത് തിരിച്ച് വരുന്ന വഴിക്കാണ് എന്നെ തൊടുപുഴയ്ക്ക് വിടുന്നത്. കാരണം തൊടുപുഴയിൽ നിന്നാണ് അടുത്തുള്ളൊരു സ്ഥലമാണ് നാടുകാണി. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും അവിടെ പോകണമെന്നാണ്. കാരണം അത്രയും സെറ്റപ്പ് സ്ഥലമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഗ്ലിംസസ് കാണിച്ചു തരാം. ബിക്കോസ് ഭയങ്കര മഴയായിരുന്നു, ഒന്നും ഇറങ്ങിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നല്ല മഴയായിരുന്നു. പക്ഷേ ആ മഴയത്ത് പോകാനുള്ള വൈബ് അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണിയുടെ കാര്യം പറയണ്ടല്ലോ, അടുത്ത ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അടിപൊളിയായിരുന്നു ചിക്കൻ ബിരിയാണി. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പക്ഷേ നമുക്ക് ഇന്ന് രാത്രിത്തേക്ക് അവിടെ പോയിട്ടും കഴിക്കാൻ വേണ്ടി കുറച്ച് ബിരിയാണി പാക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു വലിയ ടിഫിൻ നോക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണി കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോയി എല്ലാ ചിക്കനും വാരിയെടുക്കാം. ചിക്കനാണ് മെയിൻ. ഇത്ര മതിയാവൂലേ? 1 കിലോഗ്രാം, സ്വല്പം കൂടെ. ബാക്കി അവർ കഴിച്ചോട്ടെ ഗൈസ്, പാവങ്ങളല്ലേ. അങ്ങനെ നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡ് എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രസ്സുകൾ പാക്ക് ചെയ്യാം ബാഗിനകത്തോട്ടേക്ക്. എനിക്ക് തോന്നുന്നു അരമണിക്കൂർ പോലും സമയമില്ല. അതിന് മുന്നേ നമ്മൾ ഇറങ്ങും. പക്ഷേ ഞാൻ ഇപ്പോഴാണ് പാക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് പോയി പാക്ക് ചെയ്യാം ഗൈസ്. നമ്മൾ മേളിൽ നിന്നുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ താഴെയാന്ന് പറയണം ഗൈസ്. എനിക്ക് എല്ലാ തുണിയും കൂടെ കടന്നിട്ട് എൻ്റെത് ഏതാണ് ഇവരുടെ ഏതാണെന്ന് മനസ്സിലാവാനുള്ള. താഴെ പോയിട്ട് കൈ കിട്ടുന്നതൊക്കെ എടുത്തിട്ട് തരാം. അല്ല നമുക്ക് വേറെ വഴിയില്ല ഗൈസ്. നമ്മുടെ മേക്കപ്പ് ബാഗും സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സും ഏകദേശം ഉള്ളതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വീട്ടിലിടുന്നതും കൂടെ എടുത്ത് വെച്ചാൽ മതി ഗൈസ്. അങ്ങനെ നമ്മളിത് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ മേലിൽ ഐലൈനർ ഇട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു 10 മിനിറ്റ് ഉള്ളിൽ ഇറങ്ങും. 10 അല്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങും ഗൈസ്. നമ്മൾ ബേക്കറി വന്നിരിക്കുകയാണ്. എനിക്കൊരു സാധനങ്ങൾ മേടിക്കാനിട്ട് ഞാൻ ഒരു സാധനം മേടിച്ചിട്ട് കാണിച്ചു കേട്ടോ ഗൈസ്. ഞാൻ ഒരു സാധനം മേടിച്ചെന്നല്ല ഇപ്പം കാണിച്ചു കേട്ടോ. തിരക്കതെടുത്താ എടുത്താ എനിക്ക് കണ്ണുണ്ടോ? ദജ്ജാലിനെ പോലെയുണ്ട് ഇവിടെ വെച്ചിട്ട്. നമുക്കിത് പൊട്ടിച്ച് വെക്കാം. ഓ ഐഷ മേടിച്ചതാ. സൂപ്പർ. ഓ ഐഷയും ഗോളിസോടെ ഒരേ കളർ ഗൈസ്. ഇഷ്ടപ്പെട്ടില്ല? കുഴപ്പമില്ല. സൈനത്താത്താക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. എടോ ഈ കണ്ണു നീലയാണ്. ഇത് മൊത്തത്തിലൊരു നീലമായ ഐഷ. ഗൈസ്, എൻ്റെ ഹെൽപ്പർ എനിക്ക് തുറന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. അവളത് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഞാൻ പൊട്ടിക്കും. രണ്ടാമത്തെ സിപ്പ് ശരിയാവും. ഗൈസ് വൃത്തിട്ടുള്ള എൻ്റെ കണ്ണ് സ്ക്വീസ് ചെയ്ത് ഗൈസ്. കണ്ണ് പുറത്താണുള്ളത്, ഉള്ളിൽ എന്തോ മുഷ് നിറയ്ക്കുന്ന സാധനമാണ്. മാത്രമല്ല ഐഷൻ്റെ കണ്ണ്, ഐഷല്ല സൈരബൻ്റെ കണ്ണ് ഇത് കുത്തി പൊട്ടിച്ചു. എൻ്റെ ഉള്ളതെന്ന് ഗൈസ്. നീല മേടിച്ചാൽ കേട്ടോ, മഞ്ഞ ഉള്ളതില്ലേ. ഗൈസ്, അങ്ങനെ നാടുകാണിക്ക് എത്താൻ ഇനിയും കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇവർക്ക് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ, ഇത് നഴ്സറിയാണ്, ബാക്കിലോട്ടേക്ക് ഫ്രണ്ടില്ല. ഒരു ചായക്കടയിൽ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവർ ചായ കുടിക്കും. ഇവർ കിളവന്മാരാണ്, കിളവികളാണ്. ഞാനൊരു കിളവയെ കാണിച്ചത്. ഈ ഉറങ്ങുന്ന കിളവി ശ്രദ്ധിക്കണ്ട, ഇരിക്കുന്ന കിളവി. അവക്കും ചായ വേണം ഗൈസ്. ഞാൻ എന്ത് ചെയ്യണം, ഭയങ്കര യങ്. എൻ്റെ ബ്യൂട്ടിയുടെ രഹസ്യം ഞാൻ ചായ കുടിക്കില്ല എന്നുള്ളതാണ്. യൂട്യൂബിലിട്ടേക്കല്ലേ. ആ തനിക്ക് മഴ എന്ന് പറയാൻ പറ്റില്ലല്ലോ.
എന്തിനും അറിഞ്ഞാ പോരോ, തേങ്ങയും കരിക്കുന്ന എനിക്ക് അറിയാലോ. എന്താ ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു, ഞാനൊന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഞാൻ എണീച്ചപ്പോൾ ഒന്ന് എസ്തറ്റിക്കൽ എടുക്കാൻ വാങ്ങിയതാണ്, പക്ഷേ അത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് ഇങ്ങനെ എടുക്കാമെന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ത് മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഇപ്പം ഞാൻ ഒരാൾ കാണിച്ചു തരാം, നിങ്ങൾ ആരും പേടിക്കല്ലേ. ഇത് കണ്ടോ ഷൂ ഗൈസ്. അങ്ങനെ നമ്മൾ തൊടുപുഴയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യമ്മി കഫേയുടെ അവിടെ നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ലൈറ്റ് മാനെ കാണോ ഗൈസ്, എനിക്ക് ലൈറ്റ് അടിച്ചു തരാം. അപ്പോൾ നമ്മൾ യമ്മി കഫേയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബീഫ് ഷവർമ കഴിക്കാമെന്നിരിക്കുക ഗൈസ്. ഇവിടുത്തെ ബീഫ് ഷവർമ ഗൈസ് എല്ലാവരും കഴിക്കണം. ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടേ. ഇവിടുത്തെ ബീഫ് ഷവർമ, യമ്മി കഫേയിലത്തെ ബീഫ് ഷവർമ ഒരു രക്ഷയില്ലാത്ത ഷവർമയാണ് ഗൈസ്. അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും മേടിക്കുന്നുണ്ട്, വാപ്പാവ് മേടിക്കാൻ വേണ്ടി പൊരിക്കുകയാണ്. ഞാനത് കൊണ്ടുവരുമ്പോൾ കണ്ടിട്ടാ ഗൈസ്. ഫൈനലി നമ്മുടെ ഷവർമ വന്നിരിക്കുകയാണ്. അടിപൊളി സാധനമാണ് ഗൈസ്, കണ്ടോ ഗൈസ്. എൻ്റെ ക്യാമറമാൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, ഐശായിട്ടുണ്ട്. എൻ്റെ ഷവർമ ഗൈസ്. ഗൈസ് ആ ബീഫ് ഫുൾ മീറ്റാണ്, വെജിറ്റബിൾ ആകെ കുറച്ചേ വെക്കത്തുള്ളൂ. ആൻഡ് ഇവരുടെ സോസ്. ഞാൻ റൂമിലെത്തി ഗൈസ്. ഇവിടെ നിങ്ങളൊന്ന് അറിയണം, ഇവിടെ നിറച്ച് പൊടിയാണ്. ഞാൻ ഇവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എനിക്കിനി കുളിക്കണം. ഞാൻ തുടക്കുകയാണ്, ഇവിടെ തുടക്കിയ തൂക്കാണ്. റെസ്പോൺസിബിൾ. നിങ്ങൾ ചിലവർക്ക് അറിയില്ല ഞാൻ റെസ്പോൺസിബിളാണ്, പക്ഷെ ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആയത്. എൻ്റെ വേർപ്പ് കണ്ടോ കഷ്ടപ്പാടിൻ്റെ വേർപ്പ്. സുഹൃത്തുക്കളെ, ഞാൻ ഒരു റൂമൊന്ന് തൂത്തു, ചെറുതായിട്ടൊന്ന് തുടച്ചു, അതോടെ കഴിഞ്ഞു. ഞാൻ തകർന്നു എന്ന് പറഞ്ഞാൽ മതി. തളർന്നു മടുത്ത് കിടക്കുക. ഇനി എൻ്റെ വേർപ്പാണ് ഇവിടെ ഫുള്ള്. ഇനി എനിക്ക് എണീച്ച് കുളിക്കണം. കുളിക്കാതെ തന്നെ ഇനി ഒന്നിനും കൊള്ളില്ല. എന്നിട്ട് ഞാൻ ഇവിടെ കിടക്കാം. മനസ്സിലായോ? ഉമ്മച്ചി ഈ സീനൊന്ന് കാണണം, മനസ്സിലായോ? ഉമ്മ ഒന്നും മിണ്ടാതെ കിച്ചണിലേക്ക് പോകുമ്പോൾ ചൂലെടുത്തിട്ട് ചടി പറന്ന് പോകില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വരാം. നിങ്ങൾ ഇനി എൻ്റെ ക്ലിപ്പ് ഞാൻ കുളിച്ചിട്ട് കാണുള്ളൂ. ഇനി ഞാൻ വരില്ല, കുളിക്കാണ്ട് ഞാൻ വരില്ല. ദിസ് ഈസ് മൈ വേർഡ്. ഞാൻ എന്തിനൊക്കെ പറയണേ, ആർക്കായി പറയണേ. അങ്ങനെ ഞാൻ കുളിച്ച് സുന്ദരിമണിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഗൈസ്. കാരണം ഡാറ്റ ആയതുകൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും. കാരണം നല്ല ക്ഷീണമുണ്ട്. ഞാൻ രാവിലെ 8 മണിക്ക് എണീച്ചായിരുന്നു. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നാളെ ഒരു അടിപൊളി ചലഞ്ച് വരുന്നുണ്ട് ഗായ്സ്. ബൈ.